ഹലോ. അപ്പോഴേ ഇന്ന് നമ്മുടെ കടയിൽ ഉണ്ടാക്കിയ ചെമ്മീൻ റോസ്റ്റ് ഒന്ന് കാണാമല്ലേ അല്ലേ? അപ്പോഴേ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടേ അടുക്കളയിലൊക്കെ കുറേ നേരം നിന്ന് വഴറ്റി പിടിക്കേണ്ട ഒന്നൊരാവശ്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാടോ ചെമ്മീൻ റോസ്റ്റ്. അതേപോലെ തന്നെയല്ലേ, എളുപ്പം മാത്രമല്ല കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇവളിങ്ങനെയൊക്കെ പറയണ്ടല്ലേ, എന്നാൽ നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിക്കളയാലേ. വന്നേ. അപ്പം ഞാൻ എൻ്റെ അനിയത്തിനോടേ ഒരു 4 കിലോ ചെമ്മീൻ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവൾ വന്ന വഴിക്ക്, അപ്പോൾ അനിയത്തി ഇവിടെയല്ല പണിക്ക് വന്നത്. അപ്പം അവൾ വണ്ടിയിൽ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം ഒഴുകുമെന്നും പറഞ്ഞ് കുപ്പിയിലാക്കിയാണ്ട് ഈ ഒരു ചെമ്മീൻ കൊണ്ടുവന്നത്. നമ്മൾ തൊലിയപ്പാടെ 4 കിലോനാണ് കേട്ടോ മേടിച്ചത്. കിള്ളി വന്നപ്പോൾ ഒരു 2.5 കിലോ ഒക്കെ ഉള്ളതെന്ന് തോന്നണ്. കാരണം അതിൻ്റെ തൊലിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് കഴുകി വാരി എടുക്കേണ്ട. ഞാനിതിൽ നേരെ ഒരു ഉപ്പിട്ട് കൊടുത്ത് അതിൻ്റെ കളി പോലത്തെ ഒരു ഇതുണ്ടാവുമല്ലോ, അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ഞാൻ 3-4 പ്രാവശ്യം കഴുകിയെടുത്തത് കേട്ടോ. കഴുകി ഞാൻ ഒട്ടും വെള്ളമില്ലാതെ എണ്ണ ഊറ്റപ്പാത്രത്തിൽ എടുത്തത്. ഇനി നമുക്കൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് മസാല തേക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ ഒരു ഊറ്റപ്പാത്രത്തിലാണ് ഊറ്റി വെച്ചിരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 3 സ്പൂണോളം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടുതൽ എരിവൊക്കെ ചേർക്കാം. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും 2 സ്പൂണോളം മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുത്തേക്കണത്. വീട്ടിൽ നാരങ്ങ നീരാണോ, നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം, അല്ലെങ്കിൽ വിനാഗിരി. നമ്മുടെ കടയിൽ നാരങ്ങ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിപ്പോൾ കുറച്ച് വിനാഗിരി ചേർത്തിട്ടാണ് ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണത്. നമ്മളുടെ കടയിൽ ഇതൊക്കെ കുഴച്ച് പുരട്ടി എടുത്താൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാനുള്ള സമയമൊന്നും കിട്ടൂല. എടി പിടിയെന്നാണ് വെക്കം ഉണ്ടാക്കണ സമയം ഒന്നിനും തികയൂലല്ലോ. അപ്പം അതുകൊണ്ടിട്ട് ഞാനിതൊന്നും റെസ്റ്റ് ചെയ്യാനും വെക്കണമെന്നില്ല കേട്ടോ. പിന്നെ ചെറിയ ചെമ്മീനുമാണ്, പെട്ടെന്ന് നമുക്ക് മസാലയും പിടിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മുടെ കുഴയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വെക്കാനുള്ള ഉരുളി അടപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ പരിപാടി തുടങ്ങാനായിട്ട് ഉരുളി അടപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും വെളിച്ചെണ്ണയൊക്കെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മസാല തേച്ച് വെച്ചിരിക്കുന്ന ആ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ എളുപ്പത്തിലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഫുള്ളായിട്ട് ഞാൻ ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചതേ ഞാൻ ഈ കട തുടങ്ങണക്കാട്ട് മുമ്പ് ഒരു ഫ്ലാറ്റിൽ കുക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഉണ്ടാക്കണത് ഈ ഒരു രീതിയിലാണ് ചെമ്മീൻ റോസ്റ്റ്. അങ്ങനെയാണ് ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചത്. അപ്പോൾ ചെമ്മീനൊക്കെ നിരത്തിയിട്ട് ഒന്ന് ആവി വന്നതിന് ശേഷം ഞാനൊന്ന് മൂടിയും കൂടി വെച്ച് കൊടുത്തിട്ടാ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞെടുക്കാം. അതിനായിട്ടൊരു 4 സവാളയാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ അതൊരു സ്ലൈസ് ആയിട്ടല്ല കേട്ടോ അരിയണം, ക്യൂബ്സായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് അരിഞ്ഞെടുക്കണത്. എനിക്ക് പാചകം ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ പാചകം പഠിച്ചത് ഞാൻ നേരത്തെ മുതൽ ഇങ്ങനെ ജോലിക്ക് കുക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. ഓരോരോ വീടുകളിൽ നിന്നിട്ട് ഓരോരോ ടേസ്റ്റാണല്ലോ ഓരോരോ വീടുകളിൽ. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പല പല റെസിപ്പികൾ ഉണ്ടാക്കാനായിട്ടൊക്കെ പഠിച്ചത്. അപ്പോൾ അതേ നമ്മുടെ സവാള അരിയേണ്ട ഇടയിൽ ഞാൻ ഈ ഒരു ചെമ്മീനും കൂടി നോക്കണ്ട കേട്ടോ. അപ്പോൾ ചെമ്മീനിൽ വെള്ളമൊക്കെ ഊറി വന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ചെമ്മീനൊന്ന് തുറന്ന് വെച്ചിട്ടാണ് ഇനി ആക്കി എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഞാൻ ഇതിലേക്ക് സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് തേങ്ങാക്കൊത്താണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കണത്. അപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവാളക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കൊച്ചുള്ളി ആയാലും ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ, അതായാലും നല്ലതാണ്. ഇപ്പം ഈ ഒരു സമയത്ത് സവാളയോ ഉള്ളിയോ ചേർക്കുമ്പോൾ ആ സവാളയുടെ ആ ഒരു പച്ച ചുവ നമ്മുടെ ചെമ്മീനിലേക്ക് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ ഇത് എല്ലാം കൂടി ഇളക്കി കൂട്ടിയിട്ട് ഒന്നും കൂടി നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചെടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ തൊലി കളയാതെയാണ് ഞാൻ ചതച്ചെടുക്കണത്. അത് ചതച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ചെമ്മീനിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളിയുടെയൊക്കെ തൊലി കളയണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചെമ്മീനിലേക്ക് ഇടുമ്പോൾ, അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അതൊക്കെ അവരെനിക്ക് പറഞ്ഞു തന്നതാണ് അന്നൊക്കെ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണമല്ലോ, വെന്ത് കിട്ടണ്ടേ. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൂട്ടി ആ ഒരു സവാളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്യാതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ലേശം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇച്ചിരി നീട്ടി ഇത് കാണിക്കണമെന്നേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
മിക്ക ആൾക്കാരും തക്കാളിയൊക്കെ ഇട്ടും ചെയ്യാറുണ്ട്, ഞാനും ചെയ്യാറുണ്ട് തക്കാളി ഇട്ടിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ്. പക്ഷേ ഇത് ആ ഒരു രീതിയിലല്ല കേട്ടോ, വേറൊരു രീതിയിലാണ്. ഇനി നമുക്ക് ഉണ്ടാക്കുമ്പോൾ തക്കാളി ഇട്ടിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ ദേ ഞങ്ങളുടെ കടയിൽ ഇതാ ഈ ഒരു പ്ലേറ്റിന് 70 രൂപ വെച്ചിട്ടാണ് ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് വിൽക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരിക്കൽ കൂടി താങ്ക് യു.